വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ കടുത്ത നീക്കത്തിന് പ്രതിപക്ഷം കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ദേശീയ സുരക്ഷയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടി സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കത്ത് നൽകി. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നൽകുന്നില്ലെന്നും ഇടപാടിൽ ഗൂഢാലോചന നടന്നതായും പ്രതിപക്ഷം ആരോപിക്കുന്നു. പൊതു താൽപര്യത്തിനും ദേശീയ സുരക്ഷയ്ക്കും വിരുദ്ധമായ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ച് സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അധികാരികൾക്കും ഇന്നലെ ഞാൻ കത്തയച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുന്നതായി കാണുന്നില്ല. ആവശ്യമായ ജാഗ്രതയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരമൊരു കത്തയക്കാനിടയായത്. മുൻകൂർ അനുമതി തേടുക എന്നത് കേവലമായൊരു സാങ്കേതികതയല്ല. ഇത്തരമൊരു കൈമാറ്റത്തിൻ്റെ ആവശ്യകത പരിശോധിക്കാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. ഇതൊക്കെ ലംഘിച്ചാണ് അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. വിഴിഞ്ഞം വിൽക്കരുത് എന്ന മുദ്രാവാക്യവുമായി ഇന്ന് LDF-ന്റെ പ്രതിഷേധ പരിപാടി വിഴിഞ്ഞത്ത് നടക്കും. TG സൈത്ത് വിവരങ്ങൾ പങ്കുവെക്കും. സൈത്ത്, ഇതിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പുതിയ നീക്കമാണല്ലോ. ഈ സെബിയെ അടക്കം സമീപിക്കുക എന്ന് പറയുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വിഴിഞ്ഞം പോർട്സിന്റെ ഒരു വിശദീകരണം നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അത് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അവരുടെ, അതായത് കൈമാറുന്ന കമ്പനിയുടെ അനുമതി കിട്ടിയാൽ മാത്രമാണ് സർക്കാരിന്റെ പെർമിഷനായി പോകാൻ സാധിക്കുക. ഈ സെബിയൊക്കെ സമീപിക്കുന്നതിന്റെ പിന്നിൽ അത് ഈ വിഷയത്തിന്റെ ഗൗരവം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക അല്ലേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കടുത്ത നീക്കമാണ് പ്രതിപക്ഷം നടത്താൻ ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെബിക്കും അടക്കം കത്തയച്ചുകൊണ്ടുള്ള നീക്കം. സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല എന്നതുകൊണ്ടാണ് കത്തയച്ചതിൻ്റെ ന്യായമായി പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് നീക്കങ്ങൾ നടന്നത്. അദാനിക്ക് വഴിവിട്ട സഹായങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നു എന്നടക്കമുള്ള കടുത്ത ആരോപണങ്ങൾ സ്വീകരിക്കുമാണ്. അതായത് മുമ്പ് എടുത്ത നിലപാടിനേക്കാൾ ഒന്നുകൂടി ശക്തമായ നീക്കത്തിലേക്ക് വരുന്നു എന്നതാണ് സാഹചര്യം. അദാനി ഗ്രൂപ്പ് സർക്കാരിന് മുന്നിൽ വീണ്ടും കത്തയച്ച് അനുമതി തേടുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കമെന്നതാണ് ശ്രദ്ധേയം. ഇത് സ്വാഭാവികമായും സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമേറ്റുന്ന സാഹചര്യങ്ങൾ കൂടിയായി മാറും. എന്തായാലും ഇനി ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടെടുക്കും, അദാനിക്ക് അനുമതി നൽകുമോ, ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകുമോ എന്നതാണ് പ്രധാനമായ കാര്യം. വലിയ ഗൂഢാലോചനയും നീക്കങ്ങളും നടക്കുന്നു എന്ന് തന്നെയാണ്. അദാനിക്ക് വഴിവിട്ട സഹായങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇന്ന് വിഴിഞ്ഞം തുറമുഖ മേഖലയിൽ പരസ്യ പ്രതിഷേധവുമായി CPM രംഗത്ത് വരികയാണ്. വരും ദിവസങ്ങളിലും കൂടുതൽ നീക്കങ്ങൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് കരുതണം. ശരി സൈത്ത്. വിഴിഞ്ഞം തുറമുഖ ചുമതലകളിൽ നിന്ന് ദിവ്യ S. അയ്യരെ മാറ്റിയതിന് പിന്നിൽ അദാനി എന്ന ആരോപണവുമായി പ്രതിപക്ഷം. LDF സർക്കാരിന്റെ കാലത്ത് ദിവ്യ S. അയ്യരെ അദാനി ഗ്രൂപ്പ് സമീപിച്ചിരുന്നു. എന്നാൽ അവർ വഴങ്ങിയില്ല. സംസ്ഥാനത്ത് നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ചില പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ആ ചില പ്രശ്നങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് അദാനി ഗ്രൂപ്പിന്റെ വഴിവിട്ട ചില നടപടികൾക്ക് അനുകൂലമായ നിലപാട് എടുത്തു കിട്ടണമെന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയായിരുന്നു. അതിന് അവർ നിന്നിട്ടില്ല. നല്ല ധൈര്യമായിട്ട് കാര്യം പ്രതികരിക്കും. അത്രത്തോളം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നെ ബാക്കി പിന്നീട് പറയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.